എന്താണ് ആവുന്ന ഉള്ളൂ, ഇവിടെ തന്നെ ഒന്നും ആയിട്ടില്ല. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീറ്റത്. അപ്പോൾ 6:45 അടുത്തായി കേട്ടോ സമയം. നേരെ അങ്ങോട്ട് നല്ലോണം പരവരാ വെളുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് എന്ത് ചെയ്യുക, അടുക്കളയിലോട്ട് തന്നെ പോവാം കേട്ടോ. ഇന്നലെ അരച്ചൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പച്ചരി വെള്ളത്തിലിട്ട് അരച്ചിട്ട് ചുടുന്നൊരു പത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ദോശ കേട്ടോ. ഞാൻ അരി ഭക്ഷണം കുറയ്ക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടും കൊണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഉഴുന്നും നമ്മളെ ചെറുപയറും അതേപോലെ മുത്താറയും കൂടി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബാക്കി എല്ലാവർക്കും അരി ഉള്ള ദോശയും എനിക്ക് അരിയില്ലാത്ത അരി ഭക്ഷണം കുറയ്ക്കാമെന്നൊരു പ്ലാൻ കേട്ടോ. മെലിയാതെ അങ്ങോട്ട് മെലിയട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് തൊട്ട് ഓരോ ശീലങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് ചിയാ സീഡ്സ് നാരങ്ങ നീരും ആക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. എന്താണ് ആവുന്ന ഉള്ളൂ, ഇവിടെ തന്നെ ഒന്നും ആയിട്ടില്ല കേട്ടോ. കേട്ടോ ആയിട്ടില്ലേ? അതിപ്പം കുറച്ച് ദിവസമായിട്ട് വെടിയാ കേട്ടോ. ഇതിൻ്റെ മുന്നത്ത് ഞാൻ കാണിച്ചല്ലോ ഒരു വീഡിയോയിൽ. ഇതിൻ്റെ മുകളിലാണേ പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രസവിച്ചതല്ലേ, നല്ല വിശപ്പുണ്ടാകുമല്ലോ. അകത്തോട്ടൊന്നും കേട്ടില്ല. എന്തെങ്കിലും ഞാൻ എൻ്റെ ഒച്ച കേൾക്കുന്ന സമയത്ത് ബാക്കിൽ വന്നിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. രാവിലെ എന്തായാലും വരും. അങ്ങനെ ചിയാ സീഡ്സിൻ്റെ വെള്ളമെല്ലാം കുടിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ എന്താ ഭർത്താവ് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ സ്നേഹപ്രകടനം എന്തിനാന്ന് വെച്ചാൽ നേരത്തെ എണീറ്റല്ലോ, വിളിക്കാതിരുന്നല്ലോ എന്നുള്ളതിൻ്റെ ഒരു സ്നേഹം കാണിച്ചതാട്ടോ. വൈകുന്നേരം അലക്കാൻ മതിയേനോ? ഇല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ കുത്തി വിളിച്ച് എഴുന്നേൽപ്പിക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് ഇപ്പം കണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ അരി അരച്ചത് സജീഷേട്ടൻ തന്നെയാണ്. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കറി വെക്കണം, ചോറ് കൊണ്ടുപോകണം, മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പം രാവിലത്തെ ആ ഒരു തിരക്കിൻ്റെ ആ ഒരു ഇതിൽ ഒരു സഹായം എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം വേഗം അരി അരച്ച് നമ്മൾ ആ ദോശയ്ക്ക് ഈ ചെറുപയറിൻ്റെ കറിയോ കടലക്കറിയോ ഒന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പോകില്ല കേട്ടോ. ഒന്നാമത് എല്ലാ ദിവസവും അധികവും കടലക്കറിയൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഇന്നിപ്പം ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലോട്ട് കുറച്ച് മുട്ട ഒഴിച്ചിട്ടുള്ളൊരു കറിയുണ്ട്. അതൊരു എളുപ്പക്കറിയാട്ടോ. എനിക്ക് തോന്നുന്നു അധികം എടുത്തും എല്ലാവരും വെക്കുന്നതായിരിക്കും, കാരണം അത്ര വേഗത്തിൽ കഴിയുന്ന കാര്യം അതിനെക്കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ദോശേൻ്റെ പരിപാടി ഞാൻ നോക്കുന്നുണ്ട്. ഒരു സൈഡിൽ ചോറും വെച്ചിട്ടുണ്ട്. മാങ്ങ പേരക്ക ഏതാന്ന് മനസ്സിലാകുന്നില്ല. മാങ്ങാ സീസൺ അല്ലാത്തതിനെ കൊണ്ട് ഇങ്ങനത്തെ മാങ്ങയെ കിട്ടുള്ളൂ എന്ന് സജീഷേട്ടൻ ഞാൻ ഇന്നലെ വാങ്ങുമ്പോഴേ പറഞ്ഞു കിട്ടോ. പിന്നെ ഇന്നത്തെ കറി എന്ന് വെച്ചാൽ മാങ്ങയും വെള്ളരീൻ്റെയും കറിയാണ്. എനിക്ക് എല്ലാ ഭാഗത്തും ഈ കറി വെക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഞങ്ങളെ കോഴിക്കോട് ഭാഗത്ത് കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഈ കറി നല്ല ഫേമസ് ആണ്. നല്ല പുളിയുള്ള കറി കേട്ടോ. വെറും മാങ്ങ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ഇന്നത്തെ കറി നമ്മളത് മാങ്ങയും വെള്ളരീൻ്റെയും കറിയാണ്. ഇപ്പോൾ ഈ രണ്ട് സാധനം അങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ ഇത് പറ്റുമെങ്കിൽ നമ്മളെ കലത്തിൽ തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ കലത്തിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു മീൻകറീൻ്റെ, നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചൊരു മീൻകറീൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതും കൂടെ ഇതിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് മീനൊക്കെ ഉണ്ട് കേട്ടോ കൂടെ, എന്നാലും ഈ കറിക്ക് ഒരു ടേസ്റ്റാണ്. അപ്പോൾ മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഉള്ളി ഇട്ടിട്ടുള്ള നമ്മളെ മുട്ടേനെ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറി, എളുപ്പത്തിലുള്ള കറി. അപ്പോൾ ഇത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലർ മൽപ്പിടുത്തമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സജീഷേട്ടൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിപ്പം വേഗം ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനല്ലാതെ ഇത് വാങ്ങി വെച്ചിട്ട് കുറേ കാലമായി, പക്ഷേ അങ്ങനെയൊന്നും ഇത് യൂസൊന്നും ചെയ്യല്ലായിരുന്നേ. പക്ഷേ ഇന്നലെ തൊട്ട് ഞാനിത് ഒന്ന് ശ്രമിച്ച് നോക്കിയപ്പം കുറച്ച് എളുപ്പമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിലാക്കാം ബാക്കിയുള്ള പരിപാടികളെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതിൽ
പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത് പിന്നെ ഇതിന് കുറച്ച് ഇഞ്ചി വേണം, പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടാനുള്ളൊരു നേരമില്ല എന്ന് പറയുന്നതായിരിക്കും. സമയം കണ്ടല്ലോ, 8:50 9 മണിക്ക് നമ്മളെ മക്കൾക്കും പോകണം, 9 മണിക്ക് സജീഷറിനും പോകണം, അതിൻ്റെ കൂടെ തന്നെ ചോറും കൊണ്ടുപോകണം. പിന്നെ ഒന്നും പറയണ്ട, എല്ലാം കൂടെ അതിലൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന എല്ലാ പരിപാടിയിലോട്ടാണല്ലോ പെട്ടെന്ന് പോവുക. അപ്പോൾ എന്നത്തെ കറി എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിക്കും വെച്ച്. അപ്പം തന്നെ നമ്മളെ മറ്റേ വെള്ളരി മാങ്ങ ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെറും ഒരു വറവ് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ മുട്ടക്കറിയിലേക്ക് അറിയാത്തവർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളും. ഈ ഉള്ളി തക്കാളി കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത് മാത്രം ഇട്ടാൽ മതി. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എരിവ് ഉണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ലേ. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്, കാരണം വെന്തിങ്ങനെ ഒരു അലിഞ്ഞ് വരുന്ന മാതിരി വരണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വഴറ്റി, ഉപ്പേരിയും അല്ല കറിയും അല്ലാത്തൊരു സൈസാക്കി എടുക്കുകയല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രാവിലെ അരച്ച് ചൂടുന്ന ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചോറിനും അത്യാവശ്യം നല്ലോണം ഒന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് ചോറിലിട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും ഉച്ചയ്ക്കത്തെ ചോറിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതായതിനെ കൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 അയില ഇന്നലെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ച്. ഈ 2 അയിലോണ്ടൊന്നും ഞങ്ങൾക്ക് എന്തായാലും 2 നേരത്തേക്കൊന്നും ഒക്കൂല കേട്ടോ. അപ്പോൾ സജീഷ് ചേട്ടൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ചോറിൻ്റെ മീൻ മാത്രമാണിത്. ഇനിയിപ്പം വൈകുന്നേരം വന്നാൽ 2-ാം പണി എന്തായിട്ടും എടുക്കണം കേട്ടോ. അപ്പം വൈകുന്നേരം സൈഷേട്ടൻ വരുമ്പം വാങ്ങാമെന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഈ 2 അയില പൊരിച്ചിട്ട് സൈഷറിന് കൊണ്ടുപോകാൻ കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ മക്കളെ ഫുഡിൻ്റെ പാത്രങ്ങൾ അതേപോലെ വെള്ളം നിറച്ച് വെക്കുക, ഇതൊക്കെ ഈ ഗ്യാപ്പ് കൂടിയുള്ള കുറച്ച് പണിയാട്ടോ. അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടി ഓടിപ്പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നലെ തൊട്ട് കുറച്ച് നല്ലോണം എഴുതാനുണ്ട് സിദ്ധുവിന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആഴ്ചവട്ടം എന്ന് പറഞ്ഞൊരു ക്വിസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ആയിട്ട് ഓൻ അത് രാവിലെ തന്നെ ഇരുന്ന് എഴുതുന്നുണ്ട്. പിന്നെ ചോറുമായി. കുഞ്ഞു എഴുതുന്ന സമയം കൊണ്ട് സിദ്ധു എഴുതുന്ന സമയം കൊണ്ട് കുഞ്ഞു കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതേപോലെ നമ്മളെ മുട്ടേൻ്റെ കറിയും കൂട്ടിയിട്ട് ഓൻ കഴിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ദോശ കേട്ടോ. സ്പെഷ്യൽ ദോശ എന്നൊന്നുമില്ല, ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റേണ്ടാവും. മുത്താറിയുണ്ട്, ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, അരി ബാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഇട്ടിട്ട് അരച്ച് ചുട്ടായിട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കാരണം മുത്താറിൻ്റെ ടേസ്റ്റൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും അതിന് ചോദിക്കുകയില്ല, തിന്നുകയില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഞാനും സഹിച്ച് കഴിക്കുകയെന്ന് ഞാൻ വിചാരിക്കുക. കുറച്ച് ദിവസം അരി കുറച്ച് നോക്കട്ടെ എന്ന് കേട്ടോ. പിന്നെ നമ്മളെ വറവാണ് നമ്മളെ കറിയിലേക്കുള്ളത്. ഉലുവയാണ് വേണ്ടത്. ഉലുവില്ലാത്തതിനെ കൊണ്ട് കടുകും മുളകും കറിവേപ്പിലിട്ടിട്ട് ഒരു വറവ് ഇട്ടിട്ടുണ്ട്. ഇതൊരു സൂപ്പർ കറി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പുളിയുള്ളതിനെ കൊണ്ട് തന്നെ. ഒരു പഴമക്കാര കറിയാന്ന് വേണേൽ പറയാം കേട്ടോ. ശരിക്കും വെള്ളരിയും മാങ്ങയും. പിന്നെ സജീഷേട്ടൻ കഴിക്കുമ്പോൾ തന്നെ ഞാനും കഴിച്ചേ. ഇത്രയും നേരം ഇങ്ങനെ തിരിഞ്ഞു കളിച്ചതിനെ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളെ കുഞ്ഞു സിദ്ധു എല്ലാം പോകാനായി. 9 മണി ഒരുത്തൻ ക്ലോക്കിലോട്ടാട്ടോ നോക്കുന്നത്. 9 മണിക്കാട്ടോ ഓരോ ബസ് വരിക. അപ്പം കറക്റ്റ് ടൈമിൽ അവിടെ പോയി നിന്നാൽ കറക്റ്റ് അവരെ ബസ്സിൽ കയറി പോവാമല്ലോ. അപ്പോൾ ഇതാ മക്കൾ പോകാൻ നോക്കുകയാണേ. അപ്പം 2 മക്കളും കൂടി പോകാൻ ഇറങ്ങി. ഇതാ ഇനിയിപ്പോൾ മൂത്തയാൾ പോകാൻ ഇറങ്ങുന്നുണ്ട്, 3ാമത്തെ ആൾ. അപ്പോൾ സജീഷറിനും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ആറിയിട്ടേ മടക്കി വെക്കാനുണ്ട്. എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സജീഷറിനും കൂടി ഇതാ പോകാറ്. ആ റോഡിലൂടെ പോകുന്ന ഒരാൾ നോക്കിയിട്ടോ ഉമ്മ കൊടുക്കുമ്പോൾ. അപ്പോൾ എന്താ വിചാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അയ്യോ അയാൾ കണ്ട് എന്നിട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ സജീഷറിനും കൂടെ പോയി. ഇനിയിപ്പം നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് എല്ലാവരും പോയി. പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണിയിലോട്ടൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്ര നേരത്തതേ എനിക്ക് നടക്കുള്ളൂ. കാരണം ഇനി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു തരാനും ആരുമില്ല. എന്നിട്ട് ട്രൈപോഡിൽ വെക്കാന്ന് വെച്ചാൽ അതിന് കുറച്ച് നേരം വേണം. ഇനി കുറച്ച് പണിയുണ്ട് കേട്ടോ. അടിച്ചൊക്കെ വാരി തുടയ്ക്കാനുണ്ട്. ഈ ആറിയിട്ടൊക്കെ എടുത്തിട്ട് നല്ലോണം അലമാരയിലോട്ട് വെക്കണം. പിന്നെ കുളിക്കണം, അങ്ങനെ കുറേ പരിപാടികൾ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.